ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണാധനുർധരം സോമബിംബാഭപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. വിഭീഷണസ്തുതി. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശാവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിതഹൃത്പുണ്ഡരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദിഗ്രഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമഭൂതങ്ങൾ ഹവിർവ്യാപ്തമാനാകുന്നതും ഭവാൻ നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുമതീനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിലതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായ്കയാൽ നിർണയമാത്മനി കാണേണം ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയോ മോർത്താലൊടുക്കുമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹി പാതികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലവും ഭവാൻ നൂനമണോവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശമാതാവായതും ഭവാൻ സർവദാതാവായതും ഭവാൻ ദർവീകരേന്ദ്ര ശയനാദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തനദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാസയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തിനി ശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘൂപതേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്യൻ ജഗൽപദേ സീതാപദേ രാമകാരുണികോത്തമായ ദുദാനാന്തകാരാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമിനെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവ അമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ
ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമാനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമാനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും. ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയ സുഖാശയില്ലേതുമേ. ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തു മേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ. ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയ വിരക്തരായി സാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതികളായി. ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പു മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്ക് മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. വിഭീഷണാഭിഷേകം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന്നു നീ. ലങ്കാധിപനിവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ. വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി. സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാനാദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരീനിനാദം മുഴക്കിനാരും വരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഗൂഢസ്ഥനാനന്ദപൂർണന് ഏകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലെടു. മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണ ഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. ശുഗബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു ശുഗനാം നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര സൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേയാംബുധേ വാനര രാജ മഹാകുല സംഭവ. ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനദീനെന്തുതേ. മർക്കടസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമിടൂ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരായുധവും
എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥ. ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്യുകാശു മാനവ വീരാഹതോഹം പ്രപാഹിമാം. ഇത്തം ശുഗപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു. ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാന്യുതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും. കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതീനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു അർക്കാന്വയോത്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗാനെ ബന്ധിച്ചു കൊണ്ടു നാം ഒഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിനെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപീബലം ശാർദൂലനായ നിശാചരൻ വന്നുകൺ ആർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം. ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കാകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപീവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ. ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനെയും നാഥനാമീശ്വരൻ. ഏതോ മിളകീല വാരിധിയുമത ക്രോധേന രക്താന്തനേത്രനാം നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകയിലെന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയാമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതോ മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും. അബ്ധിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നുത്തുംഗമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നത്യുഗ്രനക്രതിമിച്ഛാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തു ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും. വിത്രസ്തനായ രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ. ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവ മായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി. സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവോ തവ മതം.
പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ യോഗസ്വഭാവത്തെ ഇന്ന് അന്യഥാകർത്തമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലു ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമുദ്ഭൂതനായി ഭൂതപതിതാനു ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാച്ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപക മോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാം ലഘൂഢം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശു ദദാതി മേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മദീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും ഭാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരമായതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തോണീരവും പൊക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കപീവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതുബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമീയെന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം. പർവ്വത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഡവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനയായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം. ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമ ഭദ്രനാം ദാശാരഥി ജഗദീശ്വരൻ. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരൻ എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായി ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ഉചിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാദരാൽ
രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രിഭാഷണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത് 20 യോജന. പിറ്റേനാൾ 3-ാം ദിനമിര 21 യോജന. 4-ാം ദിനമിര 22 ആയതുപോലെ 25 3 5-ാം ദിനം 5 നാൾ കൊണ്ടു 100 യോജനായതം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും. ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാദർശനം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചരോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണം മനോഹരം പ്രാസാദസങ്കുലം. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരാജാലപരീക ശതഗ്നി സമന്വിതം. പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവ തുല്യപ്രഭാവേന രാവണൻ. രത്നസിംഹാസനെ മന്ത്രിഭിസങ്കുലേ രത്നദണ്ഡാതപത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു. നീലശൈലാഭം ദശാകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങിനാൻ. രാവണശുകസംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടെടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ പ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനവധ്യനയ പിന്നെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക. സീതയെ നൽകിയിടു കൊന്നുകിലല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറിച്ചെയ്തു കൊള്ളണം എന്തും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നു വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനി. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവും ആശുതീർത്തിടുവൻ. നക്തഞ്ചരാകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകൽ പുറപ്പെടുക ശുനി എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കലിപുങ്കവാപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാമരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക.
ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ.